ഇന്ത്യയും ഫ്രാൻസും ചേർന്നുള്ള ഭാരത് ഇന്നോവേറ്റീവ്സ് 2026 സാങ്കേതിക ഉച്ചകോടിക്ക് തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ യൂറോപ്യൻ പര്യടനത്തിന്റെ ഭാഗമായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഇരു നേതാക്കളും ചേർന്ന് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയുടെ അത്യാധുനിക ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയെ ആഗോള നിക്ഷേപകർക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. India has asked questions that भारत इनोवेट्स में शामिल सभी साथियों का मैं अभिनंदन करता हूं और इस कार्यक्रम के लिए सभी को बहुत बहुत शुभकामनाएं देता हूं। साथियों, दुनिया में अलग-अलग देश एक दूसरे के साथ व्यापार करते हैं। अलग अलग देशों के बीच स्ट्रेटेजिक पार्टनरशिप भी होती है, लेकिन कुछ रिलेशंस ऐसे होते हैं जो शेयर्ड इंटरेस्ट के साथ साथ शेयर्ड विजन से भी ड्राइव होते हैं। एआई से जुड़े संवाद हो, सिक्योरिटी से लेकर सस्टेनेबिलिटी तक हमारी साझेदारी हो, यानी ह्यूमैनिटी से जुड़ी चुनौतियों का सॉल्यूशन देना। हम दोनों देश हमेशा मिलकर चले हैं। इसी साल फरवरी में ही इंडिया फ्रांस ईयर ऑफ इनोवेशन की शुरुआत हुई है और आज हमें बहुत खुशी है कि भारत इनोवेट्स की शुरुआत भी हम फ्रांस के साथ कर रहे हैं। मैं अपने मित्र प्रेसिडेंट मैक्रो का इस अवसर पर यहां आने के लिए बहुत बहुत आभार व्यक्त करता हूं। കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും കിരൺ ബാബു ചേരുന്നുണ്ട്. കിരൺ, ഭാരത് ഇന്നോവേറ്റ്സ് 2026 സാങ്കേതിക ഉച്ചകോടിക്ക് തുടക്കമായിരിക്കുകയാണിത്. എന്തൊക്കെയാണ് പ്രധാനമായും ഈ ഉച്ചകോടിയിൽ ചർച്ചയാവുക? ഇത് ഇന്ത്യക്ക് ഏതൊക്കെ രീതിയിലായിരിക്കും ഗുണകരമാവുക? അനുശ്രീ, ഇന്ത്യയെ സംബന്ധിച്ച് ഫ്രാൻസുമായി വലിയൊരു സാങ്കേതിക ബന്ധത്തിന് തുടക്കം കൂടുന്നതുകൂടിയാണ് ഈ ഉച്ചകോടി. ഇന്ത്യയിലെ 120-ലധികം മുൻനിര ഇന്നോവേറ്റേഴ്സും 15 പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്ഥാപനങ്ങളുമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഈ ഉച്ചകോടിയുടെ ഭാഗമായി സെമി കണ്ടക്ടറുകൾ, ബഹിരാകാശ സാങ്കേതികവിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അഡ്വാൻസ് കമ്പ്യൂട്ടിംഗ്, ബയോടെക്നോളജി തുടങ്ങി 13 തന്ത്രപ്രധാന മേഖലകളിലെ ഇന്ത്യയുടെ നേട്ടങ്ങൾ ഇതാണ് ഇവിടെ പ്രദർശിപ്പിക്കുക. ആഗോളതലത്തിൽ തന്നെയുള്ള 500-ലധികം പ്രമുഖ നിക്ഷേപകരും കോർപ്പറേറ്റ് സിഇഒമാരും പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണിത്. ലോകത്തെ പ്രധാനപ്പെട്ട വ്യവസായികളടക്കം പങ്കെടുക്കുന്ന ചടങ്ങിൽ ഇന്ത്യയുടെ നേട്ടങ്ങൾ, സാങ്കേതിക മേഖലയിലെ നേട്ടങ്ങൾ പരിചയപ്പെടുത്തുക, അതിന് പുതിയ വിപണി കണ്ടെത്തുക, ഇതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. പ്രധാനമന്ത്രിക്കൊപ്പം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അതോടൊപ്പം തന്നെ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും അവിടെ പങ്കെടുക്കുന്നുണ്ട്. ഇരുവരും ഈ ഉച്ചകോടിയിൽ സംസാരിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ വ്യവസായികളടക്കമുള്ളവർ ഈ ഉച്ചകോടിയിൽ, സാങ്കേതിക രംഗത്തെ ഇന്ത്യയിലെ നയിക്കുന്ന ആളുകളടക്കം ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മക്രോണും വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുമായിട്ടുള്ള ഈ നേട്ടത്തെ ഇന്ത്യ സ്വയം നവീകരിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് ഇന്ത്യയുടെ നവീകരണത്തിനൊപ്പം ഏതൊക്കെ രാജ്യങ്ങൾ നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് എന്നതുകൂടി പറഞ്ഞു. ഫ്രാൻസിന് ഇന്ത്യയുമായി ഇത്തരത്തിൽ സഹകരിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ടെന്നും ഫ്രാൻസ് കൂടി ഈ നേട്ടത്തിൽ പങ്കാളികളാവുന്നു എന്ന മട്ടിലാണ് അദ്ദേഹം പ്രധാനമായും സംസാരിച്ചത്. ഇതിനുശേഷം പ്രധാനമന്ത്രി 6 ദിവസം യൂറോപ്യൻ സന്ദർശനമാണുള്ളത്. യൂറോപ്യൻ സന്ദർശനം അദ്ദേഹം സ്ലോവേക്കിയയിലേക്കാണ് പോകുന്നത്. 1993 സ്ലോവേക്കിയ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ത്യയിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് സ്ലോവേക്കിയ സന്ദർശിക്കുന്നത്. സ്ലോവേക്കിയൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിറ്റ്സോ, സ്ലോവേക്കിയൻ പ്രസിഡന്റ് പെറ്റർ പെല്ലഗ്രിനി, ഇവർ രണ്ടുപേരും ചേർന്നായിരിക്കും പ്രധാനമന്ത്രിയെ സ്വീകരിക്കുക. അതിനുശേഷം തിരിച്ച് പ്രധാനമന്ത്രി ഫ്രാൻസിലേക്ക് തന്നെ തുടങ്ങും. ഫ്രാൻസിലെ എവിയാനിലേക്കാണ്. അവിടെയാണ് 16-17 തീയതികളിൽ G7 ഉച്ചകോടി നടക്കുക. ഈ G7 ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. ഈ G7 ഉച്ചകോടിയുടെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി പ്രത്യേക കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അങ്ങനെ 6 ദിവസത്തെ യൂറോപ്യൻ സന്ദർശനത്തിൽ സുപ്രധാനമായ ഈ സാങ്കേതിക ഉച്ചകോടി, G7 ഉച്ചകോടി, അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സാങ്കേതിക രംഗത്തെ ഇന്ത്യൻ നേട്ടങ്ങളെ ലോകവിപണിയിൽ പരിചയപ്പെടുത്തൽ, ഈ ലക്ഷ്യങ്ങളാണ് ഇപ്പോൾ സാധ്യമാകുന്നത്. ശരി, കിരൺ ബാബുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.